റഷ്യയിലെ കംചത്ക മേഖലയിൽ ശക്തമായ ഭൂചലനം 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകി. നിലവിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ജയലക്ഷ്മി ചേർന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. 7.8 തീവ്രത എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു ഭൂചലനമാണ്. പക്ഷെ അപ്പോഴും കെടുതികളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മുടെയൊക്കെ ഒരു ആശങ്ക, ഇത് ഏതൊക്കെ മേഖലകളിലേക്ക് ഇതിന്റെ പ്രകമ്പനം വ്യാപിച്ചിട്ടുണ്ട്, തുടർ ചലനങ്ങൾക്ക് സാധ്യതയുണ്ടോ, സുനാമി സാധ്യതയുണ്ട് എങ്കിൽ ഏതൊക്കെ തീരങ്ങളെ ആയിരിക്കും അത് ബാധിക്കുക? ഗുഡ് മോർണിംഗ് മോത്തി. ഇപ്പോൾ റഷ്യയുടെ വടക്കുകിഴക്കൻ ഭാഗത്തുള്ള ഒരു കംചത്ക ഉപദ്വീപാണിത്. അവിടെയാണ് ഈ ഒരു 7.8 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശം ഭൂകമ്പ സാധ്യത വലിയ രീതിയിലുള്ള ഒരു പ്രദേശമാണ്. ജൂലൈയിലും സമാനമായ രീതിയിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഉണ്ടായിരുന്നു. അന്ന് സുനാമിയിലേക്കൊക്കെ വഴിയെത്തുകയും ഒരു തീരദേശം ഒന്നാകെ കടലിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ആളുകൾക്ക് അപ്പോൾ നിർദ്ദേശങ്ങൾ അധികൃതർ നൽകുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ ഒരു മേഖലയിലുള്ളവർക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആശ്വാസകരമായ കാര്യം, ശക്തമായ ഭൂചലനമായിരുന്നു എങ്കിൽ പോലും ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ആളുകളോടൊക്കെ തന്നെ മാറി താമസിക്കുവാനും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നാശനഷ്ടങ്ങളോ ആളപായമോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മോദി.